വണ്ടി എന്ന് ഇറങ്ങാതെ ലോകത്തിന് ഏത് കോർണറിലും പോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു താർ. പക്ഷെ ഒരു സ്ഥലത്ത് എന്തായാലും ഇറങ്ങണമായിരുന്നു, അത് ഫ്യൂൽ സ്റ്റേഷനിലാണ്. ഇന്നിപ്പോൾ അത് വേണ്ട. താർ നമ്മൾ മലയാളിക്ക് പൊതുവെയും ഇന്ത്യക്കാരിൽ ഓഫ് റോഡർക്കും ഒരു വികാരമായിട്ടുള്ള വണ്ടിയാണ്. താർ എന്ന പഴയ ബ്രാൻഡാണെങ്കിലും കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഓഗസ്റ്റ് 15 ഇറങ്ങിയ ഈ പുതിയ താർ 5 വർഷം കൊണ്ട് ഭയങ്കര സെൻസേഷനായി. ഓഗസ്റ്റ് 15 നമ്മൾ ഡ്രൈവിന് പോകുമ്പം ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം താർ റോക്സിൻ്റെ ഡ്രൈവിനാണ് ശരിക്കും ആ സക്സസ് മനസ്സിലായത്. നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിയ താർ റോക്സിൻ്റെ ഡ്രൈവിന് കൊച്ചിയിൽ ഹയാത്ത് മുതൽ നമ്മൾ പോകുന്നിടത്തെല്ലാം തന്നെ ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിനെല്ലാം കാരണമായിട്ടുള്ള ഈ പുതിയ താറായിരുന്നു. ഈ പുതിയ താറ് വന്നു 4x4 ആയിട്ട് വന്നു, വലിയ സെൻസേഷനായി. അതിൻ്റെ ശേഷം ട്രേവൽ ഡ്രൈവ് വന്നു, ഓഫ് റോഡ് പോകാത്തവർക്കും താറായി. ഇന്നിപ്പോൾ റോക്സ് അതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു വണ്ടി. എന്നാലും ഹാർഡ് കോർ താർ ലവേഴ്സ് ചിലപ്പം ഇഷ്ടപ്പെടുന്ന ബ്രാൻഡാണ് ഈ ഒറിജിനൽ താർ. അപ്പോൾ ആ താറിന് ഒരു റിഫ്രഷ്മെൻറ്റ് വന്നിരിക്കുകയാണ്. മാറ്റങ്ങൾ പറഞ്ഞാൽ കുറച്ച് അഡീഷൻസും ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സെല്ലാം ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന മഹീന്ദ്രൻ്റെ ഓഫ് റോഡ് അക്കാഡമിയാണ് ഗത്പുരി, നാസിക്കിൻ്റെ അടുത്തുള്ള. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. പുതിയ താർ വരുമ്പോൾ ഞാൻ കരുതിയിരുന്നത് റോക്സിൻ്റെ ഗ്രില്ല് വരുന്നത്, പക്ഷേ പഴയ ഗ്രില്ല് തന്നെ റീറ്റെയിൻ ചെയ്യുക. പക്ഷേ ബോഡി കളർ കൊടുത്തിട്ടുണ്ട്. ഈ കളറ് പിന്നെ പുതിയ വന്നിരിക്കുന്ന റെഡ് കളർ, അതിൻ്റെ പുറമെ ഒരു ഗ്രേയും വന്നിട്ടുണ്ട്. അങ്ങനെ 8 കളേഴ്സാണ് ടോട്ടൽ വന്നത്. ഫ്രണ്ടിൽ ഇതല്ലാതെ മാറ്റം വന്നിരിക്കുന്ന ഈ ഡുവൽ ടോൺ ആയിട്ടുള്ള ബമ്പർ മാത്രം, വേറെ മാറ്റങ്ങളൊന്നും എക്സ്റ്റീരിയറിൽ വന്നിട്ടില്ല. എക്സ്റ്റീരിയറിൽ അഡീഷൻ വന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പിന്നെ ഒന്ന് കാണിക്കാം. സൈഡും വീലും എല്ലാം തന്നെ പഴയ പോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നല്ല ഭംഗിയുള്ളായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതെ, പിന്നിലേക്ക് പോകുമ്പോൾ ഒരു സീക്രട്ട് കാണിച്ചിട്ടാണ്. ഈ കളറ് രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. ഈ പഴയ റഫായിട്ട് നിൽക്കുന്ന പ്ലാസ്റ്റിക്കിനായാലും ഈ സ്മൂത്ത് പ്ലാസ്റ്റിക്കിൽ അടിച്ച കളറിൽ കുറച്ച് ഡിഫറൻസ് കാണാം. പ്ലാസ്റ്റിക്കിനായാലും അടിച്ചതിൻ്റെ ഡിഫറൻസാണ്. ഓക്കെ, നിങ്ങൾ കാണുന്നതും കാണാത്തതായിട്ടുള്ള എലമെൻറ്റ്സോടെ റിയറിൽ വന്ന് കാണാത്തതായിട്ടുള്ള ഇവിടെ ഒളിച്ചെടുക്കുന്ന വൈപ്പറാണ്. അതിനുള്ള വാഷറും വന്നിട്ടുണ്ട്, റിയർ ക്യാമറയും വന്നിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു ചേഞ്ചും അല്ലെങ്കിൽ അഡീഷൻസും പുതിയ ഈ താറിൽ വന്നിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ പോലെയുള്ള. അത് ഇഷ്ടമാണോ അതോ നിങ്ങൾ റോക്സ് ഫാനാണോ? അതിൽ കമൻറ്റിൽ പറയാം. വണ്ടി എന്ന് ഇറങ്ങാതെ ലോകത്തിന് ഏത് കോർണറിലും പോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു താർ. പക്ഷേ ഒരു സ്ഥലത്ത് എന്തായാലും ഇറങ്ങണമായിരുന്നു, അത് ഫ്യൂൽ സ്റ്റേഷനിലാണ്. ഇന്നിപ്പോൾ അത് വേണ്ട. ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ആദ്യം ഗ്രാബ് ഹാൻഡിൽ തന്നെയാണ്. ഇത് താറിലുണ്ടായിരുന്നില്ല, റോക്സിലുണ്ടായിരുന്ന എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ കുറേ അഡീഷണലാണ് വന്നിരിക്കുന്നത്. മാറ്റം എന്ന് ഞാൻ വിളിക്കുന്നില്ല. അതിൽ നല്ല ഉപകാരപ്പെടുന്ന അഡീഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ മാറാത്തതുണ്ട്, ഞാൻ പറയാം. പിന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന ഒരു മാറ്റം സ്റ്റിയറിംഗ് വീലാണ്. അത് പുതിയ റോക്സ് എന്ന് പറഞ്ഞുള്ള സ്റ്റിയറിംഗ് വീലാണ്, കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെൻറ്റ് കൺസോളൊന്നും മാറിയില്ല, പക്ഷേ അതിൽ നമുക്ക് ടയർ ഡയറക്ഷൻസ് വന്നിട്ടുണ്ട്, അത് കാണിക്കുന്നത്. അത് റോക്സ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. സ്ക്രീൻ മാറി, വലിയ സ്ക്രീനായി. 26.3 സെൻറ്റിമീറ്റർ സ്ക്രീനാണ്. അതിലുള്ള OSും പുതിയത്, അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാപ്ലേയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റിവേഴ്സ് ക്യാമറേൻ്റെ എല്ലാം ക്വാളിറ്റിയും കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം മിസ്സാകുന്നത് നമ്മുടെ വിൻഡോൻ്റെ ബട്ടണാണ്. പവർ വിൻഡോ ബട്ടൺ ഇപ്പോൾ ഡോറിൻ്റെ പാഡുമലായി. അത് വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറാണ്. അതെല്ലാം നല്ലൊരു എലമെൻ്റാണ്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോഡലിന് ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഡെഡ് പെഡൽ ഉണ്ടെങ്കിലും കുറച്ച് ഉള്ളോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കണം, കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ്, അത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഗ്ലോ ബോക്സ് ഉണ്ട്, അത് ഉപകാരപ്പെടും. പക്ഷേ ഈ ഉപകാരമില്ലാത്ത ചെറിയ ഗ്ലോ ബോക്സ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഫ്യൂൽ ക്യാബിൻ്റെ ബട്ടണ്, അത് നേരത്തെ പറഞ്ഞ ഒരു വണ്ടി ഫ്യൂൽ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്യേണ്ട, കീ എടുക്കേണ്ട, കൊടുക്കേണ്ട, അങ്ങനത്തെ ഒക്കെ ഉപകാരമുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന വലിയൊരു ഡ്രോബാക്ക് റിയർ സീറ്റ് ആയിരുന്നു. റിയർ സീറ്റ് കുറച്ച് ക്യാംഡ് ആയിരുന്നു. പിന്നെ അതിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ AC ഒന്നും കിട്ടാത്തതുകൊണ്ടുള്ള കംഫർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം ബാക്കിൽ AC വെൻറ്റ് വന്നിട്ടുണ്ട്. ഇത്രയാണ് മാറ്റങ്ങളുള്ളത്. പിന്നെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിട്ടുണ്ട്. ക്രോം എലമെൻറ്റ്സ് എല്ലാം മാറ്റി ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പെട്ടെന്ന് നമുക്ക് അറ്റൻഷൻ വരുന്ന സാധനമല്ല. ഇവിടെ എല്ലാം ചിലപ്പം ഈ കുറച്ചൊരു ഗ്രേ എലമെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ ബ്ലാക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയാണ് താറിൽ വന്നിരിക്കുന്ന അഡീഷൻസ്. ഞാൻ മാറ്റുമെന്ന് ഞാൻ പറയുന്നില്ല.
GP20 വരുന്നതുകൊണ്ട് എന്തായാലും ഞാൻ ഓടിച്ചാടി കയറിയിട്ടുണ്ട്. ഓഫ് റോഡ് ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇഗത്പുരിയിലുള്ളത്, ഇഗത്പുരിയിലെ ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമിയിൽ. ഞാൻ സംസാരിക്കണ്ടേ എൻ്റെ ബുദ്ധിപരമായ ബുദ്ധിപരം. അപ്പൊ നമ്മളുള്ളത് ഇഗത്പുരി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓഫ് റോഡ് അക്കാഡമിയിലാണ് മഹീന്ദ്രൻ്റെ. നമ്മളിപ്പം ഫസ്റ്റ് ഡ്രൈവ് തുടങ്ങുകയാണ്. ഇപ്പോൾ ഓഫ് റോഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊന്നും മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, പഴയ താറ് പോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു വണ്ടി. ഇതൊക്കെ വളരെ നിഷ്പ്രയാസം കവർ ചെയ്ത് പോകുന്ന സാധനങ്ങൾ നമുക്കറിയാം. അതെ, ബേസിക്കലി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ പുതിയ റോക്സിന്റെ ഓഫ് റോഡ് സിസ്റ്റം വരുന്ന. അതെ, അങ്ങനെ ഒരുപാട് എഡിഷൻസ് വരുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ അതൊന്നും വന്നിട്ടില്ല. നമ്മളെ ഫ്രണ്ട് സർക്കിളിലെല്ലാം ചോദിച്ചപ്പോൾ നമ്മൾ പറയുകയും ചെയ്തതും അത് വരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം തന്നെ ക്ഷമ ചോദിക്കാം. അത് മഹീന്ദ്ര നമ്മളെ പ്രതീക്ഷയ്ക്ക് ഒത്തിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ബാച്ചുകളായിട്ട് ഓരോരോ വണ്ടികൾ ആയിട്ട് പോവാണ്. ഇപ്പോൾ വണ്ടികളെ കൂടെ പ്രകൃതിപരമായിട്ടുള്ള ഓഫ് റോഡേഴ്സ് ഉണ്ട്. ഇവിടെ നായ ഉണ്ട്, അതെ, നായ, പശുക്ക, പോത്ത്, എല്ലാതരം സാധനങ്ങളും ഉണ്ട്. കണ്ടല്ലോ ഉപയോഗിക്കുന്നതിന്റെ ഗുണം. ഞാൻ ആരെങ്കിലും കറക്റ്റ് ആയിട്ടുണ്ടാവും. എനിക്ക് ഓട്ടോമാറ്റിക് അല്ല ഓഫ് റോഡിങ്ങിന് ശീലം. ഓട്ടോമാറ്റിക് റൂട്ടിനാരോ പറഞ്ഞത്, ഒന്നും ശീലമില്ല. ഇവിടെ എന്തൊക്കെയോ ചെറുത്തിട്ട് ഓബ്സ്റ്റക്കിൾസ് പോലെ കാണുന്നുണ്ട്. ആർട്ടിക്കുലേഷൻ ബിറ്റ്, അതെ, നല്ല ആർട്ടിക്കുലേഷൻ. അതെ, ഞാൻ അബദ്ധം ചെയ്തു. അടിപൊളി, അത് കൊള്ളാം. എന്തായാലും താറിന്റെ ഒരു ഫീല് വന്നു തുടങ്ങി. പിന്നെ ജി ക്ലാസ് എല്ലാം കഴിഞ്ഞ വന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ സങ്കടപ്പെടണ്ട, ആ സങ്കടം എനിക്കുണ്ട്. പക്ഷെ ജി ക്ലാസിന്റെ നമ്മള് പോയില്ലേ, ഞാനും കുനാലും ജാബിറും ചേർന്നല്ലോ, അന്ന് എക്സ്പീരിയൻസ് ചെയ്ത അത്ര ഇത്തവണ പോയപ്പില്ല. കാരണം 30 ആൾക്കാരുണ്ടല്ലോ, 4 ആൾക്കാർ ഒരു ബാച്ച്. നമുക്ക് ഒരുപാട് സമയം തന്നിരുന്നവര്, നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റി, കറക്ഷൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ അന്നത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ബെറ്റർ. ഒന്നും മിണ്ടില്ല. ഇല്ല, ഇടയ്ക്ക് ഡ്രൈവിംഗിൽ ഞാൻ ഒന്ന് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. കുറെ കാലായി, ഇടക്കല്ല ഫുള്ളി. എന്തായാലും ഓബ്സ്റ്റക്കിൾസ് ഒക്കെ വളരെ നിഷ്പ്രയാസം ക്ലിയർ ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സംശയമില്ല. താർ ഇസ് വെരി കേപ്പബിൾ. അതിൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാ വക ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, ഓട്ടോമാറ്റിക് ഇത്രയും കേപ്പബിൾ ആണോ എന്ന് എല്ലാവർക്കും വരുന്ന തുടക്കത്തിലുള്ളൊരു ചോദ്യം. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയോ ഓട്ടോമാറ്റിക് ആയിരുന്നു മാനുവലിനെക്കാട്ടിലും കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലിയും കുറച്ചും കൂടെ എഫേർട്ട്ലെസ്സും. പക്ഷെ അത് ഹാർഡ് കോർ എന്തൂസിയസ്റ്റ് സമ്മതിക്കില്ല എപ്പോഴും. ഇല്ല, രണ്ടും നല്ലത് തന്നെ. അവര് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണത്. നമ്മളിപ്പം ഒരു മാനുവൽ ഉപയോഗിച്ചിട്ട് ത്രോട്ടിലെല്ലാം കൺട്രോൾ ചെയ്യാൻ ശീലിച്ച ആൾക്കാരാണെങ്കിൽ അത് നല്ല തന്നെ ആയിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമാണ്. അതെ, സാധാ ടയറായിട്ടും അങ്ങനത്തെ മണ്ണിലും സ്ലഷിലൊക്കെ 80 ടയറേ ഉള്ളൂ. അങ്ങനത്തെ ശരിക്കും അങ്ങനത്തെ കട്ട സ്ലഷൊക്കെ എംടി ആവശ്യം ഉണ്ടാവലുണ്ട്. ഇതാ ബാക്കിലത്തെ ലോക്കിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം ഇവര് ഇതില് ഒരു ഇത് കൊണ്ടുവന്ന ഫീച്ചർ കൊണ്ടുവന്നത് ഓൺ റോഡിനാണ്. ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ESPന്റെ കൂടെ. അത് നമ്മള് സ്പീഡിൽ പോകുമ്പോൾ ടേൺ എടുക്കുമ്പോൾ എല്ലാം കൺട്രോൾ കിട്ടാനാണ്. അപ്പോൾ അത് നമുക്ക് ഓൺ റോഡിൽ നോക്കാം അതിന്റെ ഫീൽ എങ്ങനെ ഉണ്ടത്. പക്ഷെ ഇത് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നേരത്തെ ഉണ്ടായത് തന്നെ കൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, അത് എക്സ്പീരിയൻസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മള് റോക്സിൽ കണ്ട പോലെ ടയർ ലോക്കിങ്ങും ഇതെല്ലാം വന്നിരുന്നെങ്കിൽ എന്തോന്നു സെറ്റായിരുന്നു. ഒരു പടി കൂടെ മേലേക്ക് പോയി. ഇതിന് ശരിക്കും ആ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് റോക്ക് ക്രോളിങ്ങും ആ കാണുന്ന, പിന്നെ ആ അസിസ്റ്റഡ് ടേൺ ഇല്ലേ, അസിസ്റ്റഡ് ടേൺ ഇത് ചെറിയ വണ്ടി ആണെങ്കിലും ആ സാധനം കൂടി ഉണ്ടെങ്കിൽ കേപ്പബിലിറ്റി വേറെ ലെവലിലേക്ക് എത്തിയാണ്.
അപ്പൊ അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം പറയല്ലോ, ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എവിടേക്കോ ചെറിയൊരു സങ്കടം. അതാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾ വെക്കരുത്. പക്ഷെ ഈ ഫ്യൂവൽ ഫില്ലർ ക്യാപ്പ് വന്നത് അത് ഇപ്പത്തെ മുതലായിട്ട് ഉടമകൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നിങ്ങൾക്ക് AC ഇരുന്നുകൊണ്ടിട്ട് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യാം. അപ്പൊ ഒരു ചോദ്യം വരും, വണ്ടി ഫില്ല് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആക്കണ്ടേ എന്നുള്ള ചോദ്യം. നല്ലതാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഫ്യൂവലെല്ലാം മാറി അടിക്കുന്ന കേസിൽ. അല്ലാതെ ഇപ്പം വണ്ടി ഓണായി കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഇൻക്ലൈൻ ആണിത്. ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് ഇങ്ങനെ പോണം. ഇങ്ങനെ പോണം, ഇങ്ങനെ. ഓഫ് റോഡിങ് ഇസ് ഓൾവേസ് ഫൺ. ഐ ലവ് ഓഫ് റോഡിങ്. ഐ ഓൺലി ലവ് ഓഫ് റോഡിങ്. ഈ ഓബ്സ്റ്റക്കിൾസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് വൺസ് കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ എഫേർട്ട്ലെസ് ആണ് വണ്ടി പോകുന്ന ഇടയ്ക്കൊരു ഡിസ്ബിലീഫ് ഉണ്ടാവും. ബട്ട് എല്ലാം വളരെ നിഷ്പ്രയാസം പോകുന്നുണ്ട്. അതാണ് ഈ ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫീല്. അത് ഓടിക്കുമ്പോഴാണ് ആ കറക്റ്റ് മനസ്സിലാവുക. നമ്മൾ ഓരോന്ന് കാണുമ്പോഴേക്കും ഇതൊക്കെ വണ്ടി കവർ ചെയ്യൂ. പക്ഷെ അങ്ങനെ വണ്ടി നടന്ന് അതിലൂടെ ഒക്കെ പോയിക്കോളും. നമ്മുടെ കന്നഡ ക്യാമറമാൻ റോൾവിൻ്റെ കൂടെ ശ്രീകാന്ത് ആ വണ്ടിയിലുണ്ട്. റോൾവിൻ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ നമ്മളെ വിഷ്വലിൽ നമ്മളെ ഈ റെഡ് വണ്ടിയും കാണും. അപ്പം മനസ്സിലാക്കിയത് നമ്മൾ തന്നെയാണെന്നുള്ളത്. നമ്മൾ ഈ ഡൗൺ ഹില്ല് പോകുമ്പോഴാണ് മാനുവലും ഓട്ടോമാറ്റിക്കും ശരിക്കും മനസ്സിലാവുന്നത്. മാനുവലിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഗിയറിലൊരു പിടുത്തം പോലെ പിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു. കിട്ടും, പക്ഷെ എന്നാലും നമുക്ക് വണ്ടി അങ്ങോട്ട് പോയി പോവും എന്നൊരു തോന്നൽ. സോ ബേസിക്കലി നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ മൊമെൻറ്റമാണ് കീപ്പ് ചെയ്യേണ്ടത്. ആ മൊമെൻറ്റം ഹോൾഡ് ചെയ്യാണ് ഇറക്കം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ചില വണ്ടികൾക്കെല്ലാം തന്നെ ഇലക്ട്രോണിക് അസിസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ബ്രേക്ക് വേണ്ട സ്ഥലത്ത് അത്യാവശ്യം, അത്രയാണ് കണക്ക്. എനിക്ക് നല്ലൊരു പിറ്റുണ്ട്. പുറത്തുനിന്ന് കാണുന്ന അരി അതിനകത്തുനിന്ന് കാണുന്നില്ല. ഇതാവും വേണമായിരുന്നു, അത്യാവശ്യം നല്ലൊരു പിറ്റായിരുന്നു. അവരെടുക്കുമായിരിക്കും. ഇവിടെയാണ് ഷോർട്ട് വീൽ ബേസിന്റെ ഒരു ഗുണം. അതെ, എവിടെയും തൊടാണ്ട് പോകുന്നു. യെസ്, അതിന് അപ്രോച്ച് ആംഗിളും ഡിപ്പാച്ചർ ആംഗിളും എല്ലാം നല്ലതാണ്. ബ്രേക്ക് ഓവർ ആംഗിളും നല്ലതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് മാറ്റമൊന്നും വന്നിട്ടില്ല, പഴയ പോലെ തന്നെ അത് മതി എന്നുള്ളതാണ് അല്ലേ? എന്തോ സെറ്റാണ്. വണ്ടിക്ക് അങ്ങനത്തെ കുറവുകളൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പറയാൻ പറ്റും, ഇത് ട്രാക്ക് സ്പെസിഫിക്കലി ഫോർ ഇതിനോണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എവിടെയും തൊടാണ്ട് പോവാന്ന്. പക്ഷെ എന്നാലും അല്ല, ഇവര് ഇത് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ട്രാക്കാണ്. ഒരു അക്കാഡമി ഉണ്ട്, ടെസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു മാക്സിമം ചലഞ്ചിങ് ആക്കിയല്ലോ വെച്ചിട്ട്. പക്ഷെ എല്ലാ ചലഞ്ചും ഒബ്സ്റ്റക്കിൾസും നമുക്ക് തരുന്നില്ല. അത് കാരണം എല്ലാ ആൾക്കാരെ റൈഡിങ് എഫിഷ്യൻസി, ഡ്രൈവിംഗ് എഫിഷ്യൻസി കൂടെ ഇവിടെ ഒരു പ്രത്യേകത, ഞാൻ കാലും കൊടുക്കുന്നില്ല, ബ്രേക്കും കൊടുക്കുന്നില്ല കേട്ടോ. വണ്ടി നടന്ന് തന്നെ പോവാ, ക്രോൾ ചെയ്തിട്ട് പോവാണ്. ക്രോളിങ് നല്ല നീറ്റായിട്ട് നടക്കുന്നു. ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പറ്റും. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് ശരിക്കും ഇന്ത്യയില് നമുക്ക് നല്ല ഓഫ് റോഡേഴ്സ് ഉണ്ട് അല്ലേ? താർ റോക്സ്, ജിമിനി ആസാൻ ഓഫ് റോഡർ എന്നല്ല, പിന്നെ ഗൂർക്ക എന്നല്ല. ശരിക്കും നല്ല ഓഫ് റോഡറാണ്, വെരി കേപ്പബിൾ. അഫോർഡബിൾ പ്രൈസ് കാറ്റഗറിയിലാണ് പറയുന്നത്. പൈസ അതെല്ലാം വേറെ ഉണ്ട്. പൈസ ഉള്ളവര് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാലും ഓഫ് റോഡിലെല്ലാം കൊണ്ടുപോകാനുള്ള ധൈര്യം കൂടെ കാണിക്കുമ്പോഴാണ് ആ വണ്ടികളുടെ കേപ്പബിലിറ്റി ശരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ അടുത്ത് ഞാൻ നമ്മുടെ ജി ക്ലാസിന്റെ ഓഫ് റോഡിങ് ഇത് കേട്ടപ്പോൾ ഒരു കമന്റിൽ വന്നു, ഇതൊന്നും കേപ്പബിൾ അല്ല, വാഗമണിലും മറ്റെല്ലാം നമ്മളെ ജീപ്പല്ലേ പോകുള്ളൂന്നില്ല. ജീപ്പ് പ്രത്യേകിച്ച് മഹീന്ദ്ര കൊണ്ടായിരിക്കും, താറും മറ്റെല്ലാം. പക്ഷെ അതെല്ലാം പറ്റുന്നതാണ്, ആൾക്കാർ ചെയ്യാത്തോണ്ടാന്ന് ഉള്ളത് നമുക്കറിയാം. പക്ഷെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വീഡിയോ കാര്യമൊന്നും ഇടാത്തോണ്ട് ആളറിയുന്നില്ല. അതറിയുന്നില്ല. നമുക്കറിയുന്ന നമ്മളെ അറിയുന്ന സർക്കിളിലുള്ള ഡിഫൻഡറും ജി ക്ലാസും റാങ്ലറും എല്ലാം കൊണ്ടുപോകുന്നതാണ്. പബ്ലിസിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ട്. നല്ല ക്ലൈംബാണ്.
ഇവിടെയുള്ള ഇങ്ങനെ ത്രാട്ടിൽ വരുന്നുണ്ടോ എന്തോ? ഇവിടെ ത്രോട്ടിൽ വേണം, നല്ല ത്രോട്ടിൽ വേണം. പക്ഷെ മൊമെന്റം കീപ്പ് ചെയ്താൽ മതി. അവിടെയാണ് ഓഫ് റോഡിന്റെ വേറെ പ്രശ്നം. വെറുതെ കുറെ കാലം എടുത്ത് ചാടിപ്പിക്കേണ്ട ആവശ്യമില്ല. മൂവ്മെന്റ് കട്ടാവാണ്ട് ഇങ്ങനെ പിടിക്കലാണ്. ഇവിടെ മറ്റേ ടേൺ ഉണ്ടായിരുന്നെങ്കിൽ അതെ, ഇതൊക്കെയായിരുന്നു ഡ്രിഫ്റ്റ് മറ്റേ ആ സാധനം, മറ്റേ അസിസ്റ്റിംഗ് ടേണിനോടുള്ള ഗുണം. ടേൺ അസിസ്റ്റ് നല്ലൊരു സ്റ്റീപ്പ് ഇറക്കാണ്. അതും ഇനി മാനുവലാണ് നന്ദു കൂടുതൽ. നെൻഡ് എക്സ്പെർട്ടൈസ് കാണിക്കേ. അത്യാവശ്യം നല്ല ക്യാമറ വേറെ ഏതോ ആംഗിൾ പോയി. ഇത് നാച്ചുറൽ ഓഫ് റോഡേഴ്സ് ഇവിടെ കുളിക്കുന്നു, മനമാടുന്നു, അങ്ങനെ എൻജോയ് ചെയ്യുന്നത്. അതെ. നല്ല കുളിച്ച് എന്താ ഷെറായി കുളിക്കല്ലേ. നന്ദോ 4L തിരിക്കുമ്പം ആ പിടുത്തം കിട്ടുന്നുണ്ടോ? ഓ, കറക്റ്റ് ഗ്രിപ്പ് മനസ്സിലാവും. ശരിക്കും പറയാറുള്ളത് ഇങ്ങനെ ഘട്ടത്തിൽ നമുക്ക് കഴിയുന്നതും 4L ഒഴിവാക്കണം എന്നാ. പക്ഷെ ഇവർ നമ്മളോട് ഉപയോഗിച്ചോളാനാ പറയുന്നത്. 4L നമുക്ക് വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, അതും വേണ്ടി വരില്ല പിന്നല്ലേ. നന്ദുവിന്റെ നല്ല മനസ്സിന് നന്ദി. അതെ, ഒരു കാര്യം റീസെൻ്റ്ലി ഞാൻ ഈ അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഓഫ് റോഡിൽ സ്റ്റെയറിംഗ് പിടിക്കുന്നതിൻ്റെ ഒരു ഡൗട്ട് വന്നു. ഇപ്പോൾ പലരും പറഞ്ഞു. ഞാനത് ഒരു സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാണ്. നമ്മൾ ഓഫ് റോഡിൽ പലപ്പോഴും പ്രശ്നം പറ്റുന്ന ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ ആണ്. അതിൽ നമ്മൾ തമ്പ് ഇവിടെ വെച്ചിട്ട് ഓടിക്കാൻ, വെക്കാതെ ഓടിക്കാന്നെല്ലാം പറയും. ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഈ പൊസിഷനാണ്, തംസപ്പ് പൊസിഷന്. ഇല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇത് റിട്ടേൺ എല്ലാം അടിക്കുമ്പം നമ്മളെ തള്ളവിരൽ കുടുങ്ങി ചിലപ്പം ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും പൊട്ടാനെല്ലാം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ നല്ലൊരു ക്ലൈംബാണ്, റിയലിസ്റ്റിക് ക്ലൈംബാണ്. ആർട്ടിക്കുലേഷൻ പിറ്റൊന്നുമില്ല, പക്ഷെ എന്നാൽ ആംബുലൻസ് ഉണ്ട്. അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് ഓടിക്കുന്നു. ഫേർലെസ്. പിന്നെ ഡീസൽ ആയിട്ടുള്ള ഒരു ഗുണമാണ് ടോർക്ക് ഉള്ളത്. നമ്മൾ കുറേ എക്സ്പ്രഷൻ കൊടുക്കേണ്ടതല്ല, ടോർക്ക് ചെറിയ RPM ബാൻഡിൽ കിട്ടുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ മിക്കവാറും നമ്മൾ കണ്ടിട്ടില്ല എല്ലാവരും അത് കിട്ടാനുള്ള അസിറ്റേഷനെ കൊണ്ട് അവർ പെട്ടെന്ന് ടോട്ടൽ കൊടുക്കും. അപ്പം വെറുതെ വീൽ സ്പിന്ന് വരും. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ ഇറക്കത്തിൽ നമ്മൾ മാനുവൽ 1 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പിറ്റെല്ലാം അത്യാവശ്യം നല്ല സൈഡ് വേസ് പിറ്റാണ്. അപ്പോൾ അങ്ങനത്തെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ട ബോഡി ഒരാതൊക്കെ നോക്കണം. അപ്പോൾ അതിനൊരു മൊമെൻ്റ് ഇവിടേക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ നന്ദുവിന് കിട്ടിയത് എനിക്കിവിടെ കിട്ടും. അത്യാവശ്യം നല്ലൊരു പിറ്റാണ്, നല്ല പിറ്റാണ്. സത്യം പറയാൻ എനിക്ക് ഒന്നും കാണുന്നില്ല മുമ്പിൽ. അല്ല പറയണേ. അപ്പം നമ്മളൊന്ന് എഴുന്നേറ്റ് ഒന്ന് നോക്കുക. മൂപ്പര് അപ്പോഴേക്കും നാവിഗേറ്ററായി. അന്നെ രണ്ടും ശീലമുണ്ട് അല്ലേ? ഡ്രൈവ് ചെയ്തിട്ടും നാവിഗേറ്റ് ചെയ്തിട്ടും. നാവിഗേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്, നല്ലോണം ഉണ്ട്. അത് നല്ല നാവിഗേറ്ററാണ്. ഇത് നല്ല ഫുൾ റൈറ്റ് ആണ്. എക്സൈസ് ആണ്. നമ്മൾ വന്ന വഴിക്കാനും പോവാം. അപ്പോൾ ആ ആർട്ടിക്കുലേഷൻ പിറ്റുമ്പോൾ കയറ്റത്തിലും ഫീൽ ചെയ്യും. എല്ലാം പക്കാ ചളിയാണ്. അതെ, ഇവിടെ ഒന്നും ഞാനും എക്സ്പ്രഷൻ ഒന്നും കൊടുക്കില്ല, ഫുൾ കൺട്രോൾ പോവാണ്. ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചൊന്ന് കൊടുക്കണം. ആ കുറച്ച് കൊടുക്കുന്നത് തെറ്റുന്നതാണ് പലരുടെ പ്രശ്നം. സ്പിൻ ഓഫ്. അതെ, പണ്ട് ഞാൻ ഒരു ഓഡിൻ്റെ ഡ്രൈവർ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ
ആളുടെ പേര് മാർക്ക് എന്നായിരുന്നു, ഒരു പ്രായമുള്ള ഒരു ട്രെയിനറാണ്. അയാൾ പറഞ്ഞൊരു തമാശ എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ ഫ്രണ്ടിലുള്ള ഗ്ലാസ് എന്ന് ഈ ഗ്ലാസ് നമുക്ക് നോക്കാനുള്ളതാണ്. അപ്പം ഇങ്ങനെല്ലാം നോക്കാം, തലയിട്ട് നോക്കാം, ഇങ്ങനെ നോക്കാം, ഫ്രണ്ട് തന്നെ നോക്കണം നിർബന്ധമില്ല. ഈ ചെറിയ മൊമെന്റത്തിൽ പോകുമ്പോൾ എന്ത് രസം അറിയോ. ഇവിടെ എക്സ്ട്രാ ഞാൻ സൈഡിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇൻക്ലൈൻ ആംഗിൾ നമ്മളെ ജി ക്ലാസിൻ്റെ സ്ഥലത്ത് പറയുന്നത് അത് 35 ഡിഗ്രി ആയിരുന്നു, ഇതൊരു 30 ഉണ്ടാവും. നല്ലൊരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിനിടയിൽ ഒരു ചില്ലും കൂട്, കഫേ കഫേ. വാവ്, ഇൻട്രസ്റ്റിംഗ്. നമ്മളിത് പാട്ടൊന്നും കളിക്കുന്ന ഒരു ട്രാക്കാണ്. അതെ, ഇത് സത്യം പറയാലോ, നമുക്ക് നമ്മള് വെറുതെ വയനാട്ടിൽ പോയിട്ട് കിട്ടുന്ന പുതുമൊന്നും തോന്നില്ല. തോന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. നീ വന്നില്ല? ഇല്ല, ഇവിടെ നിങ്ങൾ ഇവിടെ അല്ലല്ലോ അന്ന്. നമ്മളെ കൂടെ നമ്മളെ കൂടെ പ്രദീപ് ഭായ് ഉണ്ട്, മൂപ്പരാണ് നമ്മളെ മാർഷൽ. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാ, ഇവിടെ ഇൻ ആൻഡ് ഔട്ട് നല്ലോണം അറിയും. അപ്പൊ നമുക്ക് നല്ല സുഖമുണ്ട് പോവാൻ. പഴയ വൈറ്റ് താർ. ഇവിടെ ഞാൻ ജീവാഗണ സ്മരിക്കുകയാണ്. വളർന്നിട്ടില്ലേ? അത് എന്താന്നറിയില്ല, നല്ല ശരിക്കും ആ ടെക്ടോക്ക് ഇതിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. റോക്സിനൊക്കെ ഒന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, അത്ര പറ്റുമായിരിക്കും അല്ലേ? ആ ടേൺ ഉള്ളത് കൊണ്ട് അത് അപ്ലൈ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. അത് ജീട്ടാണല്ലോ ശരിക്കും. അത് വേറെ തന്നെ സാധനം. ബാക്കടുത്ത് എന്നടാ. ഓൺ റോഡ് എത്തിയപ്പോൾ ഞാൻ നന്ദുവിനെ ക്യാമറമാനാക്കി. പക്ഷെ ഓൺ റോഡും പറയാനൊന്നുമില്ല, നമ്മൾ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ഒരു ഡ്രൈവേ ഉള്ളൂ. സംഗതി എന്താ വെച്ചാൽ ഓൺ റോഡിൽ 2 ഫീച്ചറാണ് വന്നിട്ടുള്ളത്. ഒന്ന് ESC വിത്ത് റോൾ ഓവർ മിറ്റിഗേഷൻ. അത് ടേണെല്ലാം എടുക്കുമ്പോൾ, സ്പീഡിലെടുക്കുമ്പോൾ റോൾ ഓവർ മിറ്റിഗേഷനുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യും. റോൾ ഓവർ കൺട്രോൾ ചെയ്യുന്ന തന്നെ സ്റ്റെബിലിറ്റിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ. പിന്നുള്ള ഇലക്ട്രോണിക് ഡ്രൈവ് ലൈൻ ഡിസ്കണക്റ്റ് ആണ്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹൈവേയിലെല്ലാം പോകുമ്പോൾ 4 വീൽ ഡ്രൈവിൽ ആണെന്നെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് ഫുള്ളി ബാക്കിലേക്ക് പവർ പോകുന്ന രീതിയിലാകും. അതിനെക്കൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കൂടും, ഡൈനാമിക്സ് എല്ലാം കൂടും. ഇത് 2 ഫീച്ചറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ഞാൻ തുറന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ചെറിയ ഓൺ റോഡ് ആയിരുക. എന്തായാലും അത് ഫീച്ചർ വന്നിട്ടുള്ളതാണ്. ഇത്രയാണ് പുതിയ താറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അഡീഷൻ എല്ലാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണോ എന്നുള്ള കമൻറ്റ് വരെ. നമ്മൾ ഓഫ് റോഡ് എൻജോയ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളോട് വരാം. നമ്മൾ ഓഫ് റോഡ് അക്കാഡമിയെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ് റോഡിൽ എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും താർ ഒരു വികാരം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അതിനെന്ത് പറയാൻ വേണമെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ബാക്കിലിരിക്കുന്ന അവനും താർ പ്രേമി. പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്താണ് നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.